ഏകസത്യ ദൈവമായി യഹോവ എന്ന നാമമുള്ള നമ്മുടെ സ്വർഗീയ പിതാവാം ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിങ്കിൽ നിന്നും ആശ്വാസപ്രദനും സഹായകനും വഴികാട്ടിയുമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നാമത്തിങ്കിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കൃപയും സ്നേഹവും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരനായിരിക്കുന്ന മുഹമ്മദ് ഈസ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതിന് അദ്ദേഹം ആഗ്രഹിച്ച നിലവാരത്തിലുള്ള മറുപടി ലഭിക്കാതിരുന്നപ്പോൾ സകല ക്രിസ്ത്യൻ മിഷണറിമാരെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അത് കണ്ടപ്പോൾ അതിന് ഞാനൊരു മറുപടി വീഡിയോ കൊടുത്തു. 2024 സെപ്റ്റംബർ 24 ആയിരുന്നു ആ വീഡിയോ ഞാൻ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു. അതിനൊക്കെ മറുപടിയായി ഏകദേശം 6-7 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ ഒരു പരസ്യ സംവാദത്തിന് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ടില്ല. വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് വരെ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം അദ്ദേഹം എഴുതിയ 3 വാദങ്ങളുണ്ട്. അതിന് മറുവാദം പറയണമെന്ന് പറഞ്ഞു. അതും ഞാൻ എഴുതി. ഈ വീഡിയോ എല്ലാം ചെയ്തു. അതിനുശേഷം മറുവാദം എഴുതി. ചോദ്യം ഇതാണ്: സംവാദം ആവശ്യമായി വരുന്നത് എൻ്റെ വാദത്തിന് വിരുദ്ധമായി മറുവാദം താങ്കൾക്കുള്ളത് കൊണ്ടാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഞാൻ എൻ്റെ വാദം എഴുതുകയാണ്. ഇത് ഈസായുടെ എഴുത്താണ്. 1. തൃത്വവിശ്വാസ പ്രകാരം പഴയ നിയമത്തിൽ യഹോവ നടത്തിയ കൊലയിലും കൊള്ളയിലും വധശിക്ഷയിലും യേശുവിനും അഥവാ പുത്രനും തുല്യമായ പങ്കുണ്ട്. എൻ്റെ മറുവാദം കേൾക്കുക. തൃത്വവിശ്വാസ പ്രകാരം പഴയ നിയമത്തിൽ യഹോവ നടത്തി എന്ന് താങ്കൾ പറയുന്ന കൊലയിലും കൊള്ളയിലും വധശിക്ഷയിലും യേശുവിന് ഒരു പങ്കുമില്ല. മാത്രമല്ല, യഹോവയുടെ എല്ലാ പ്രവൃത്തികളും നീതിയുള്ള ന്യായവിധികളാകുന്നു. ഇനി രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വാദം: തൃത്വവിശ്വാസ പ്രകാരം ദൈവം ഒരാൾ അല്ല, മറിച്ച് 3 ആളുകൾ ദൈവമാണ്. എൻ്റെ മറുവാദം: തൃത്വവിശ്വാസ പ്രകാരം ദൈവം ഏകൻ, എന്നാൽ 3 വ്യക്തികൾ ദൈവത്തിലുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചോദ്യവും വാദവും: പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ ന്യായപ്രമാണം യേശുവിൻ്റെ മരണം വരെ എന്ന് സമർത്ഥിക്കുമ്പോൾ അതിന് വിരുദ്ധമായി പൗലൂസിനെ കൊണ്ട് അപ്പോസ്തല സഭ ന്യായപ്രമാണം അനുസരിപ്പിക്കുകയും ആ ലേഖനങ്ങളുടെ ഉള്ളടക്കത്തെ തിരുത്തിക്കുകയും ചെയ്തു. ഇനി പറയുന്നത്, ഈ 3 കാര്യങ്ങൾക്ക് താങ്കൾക്ക് വിരുദ്ധ വീക്ഷണമുണ്ടെങ്കിൽ ആ മറുവാദം എഴുതി നൽകുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംവാദം. അവസാനത്തെ ചോദ്യത്തിന് മറുപടി എൻ്റെ മറുവാദമാണ്: പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ മാത്രമല്ല, പഴയ നിയമ പുസ്തകങ്ങളിലും യേശുവിൻ്റെ പഠിപ്പിക്കലിലും ന്യായപ്രമാണം യേശുവിൻ്റെ മരണം വരെ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് വിരുദ്ധമായി പൗലൂസിനെ കൊണ്ട് അപ്പോസ്തല സഭ ന്യായപ്രമാണം അനുസരിപ്പിക്കുകയും ആ ലേഖനങ്ങളുടെ ഉള്ളടക്കത്തെ തിരുത്തുകയും ചെയ്തു എന്ന് താങ്കൾ പറയുന്നത് സത്യവിരുദ്ധമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 വാദങ്ങൾക്കും എനിക്ക് എതിർപ്പുണ്ട്. അതിന് വിരോധമായി ഞാൻ എൻ്റെ മറുവാദം പറഞ്ഞും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തക്കവണ്ണം ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പരസ്യമായ സംവാദത്തിന് വരാതെ ഒളിച്ചു കളിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ എന്നോട് പലരും പറഞ്ഞു, മുഹമ്മദ് ഈസ നേരിട്ട് സംവാദത്തിനായിട്ട് വരുത്തില്ല. പക്ഷേ ഞാൻ കരുതി താങ്കൾ അല്പം പരിജ്ഞാനം ഉള്ള വ്യക്തിയാണ്. മറ്റ് ഇസ്ലാം പണ്ഡിതന്മാരെക്കാൾ അല്പം കൂടെ പരിജ്ഞാനവും വിവേകവും അല്പം അറിവുമൊക്കെ ഉള്ള വ്യക്തിയായതുകൊണ്ട് താങ്കൾ നേരിട്ട് ചർച്ചയ്ക്ക് വരുമെന്നാണ്. വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ താങ്കൾ വന്നില്ല. താങ്കൾ ഒളിച്ചു കളിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി.
താങ്കൾ ഇനി വരുത്തില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് ഈ വിഷയം മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകുവാനായിട്ട് എനിക്ക് മനസ്സില്ല. സത്യത്തിൽ ഇത് എൻ്റെ ജോലിയല്ല. ഞാനൊരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് അല്ല. ഞാനൊരു ശുദ്ധനായ ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മിഷണറിയാണ്. അതുകൊണ്ട് സംവാദത്തിനൊന്നും എനിക്ക് സമയമില്ല. എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ താങ്കൾക്ക് അവസരം തരുന്നു. ഫെബ്രുവരി മാസം 8-ാം തീയതിക്കകം ഈ സംവാദം നടക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണ്. അതുകൊണ്ട് താങ്കളുടെ ഒളിച്ചുകളി നിർത്തി ഈ സംവാദത്തിൽ താങ്കൾ വരണം. മാത്രമല്ല, ഇത് വൺ സൈഡ് വാദമാണ്, വിദണ്ഡവാദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് താങ്കളുടെ വിശ്വാസത്തെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും ഒരു ചോദ്യങ്ങളുമില്ല. എനിക്ക് അവരെ ഇകഴ്ത്തേണ്ട ആവശ്യമില്ല. എനിക്ക് അതിനകത്ത് സംവാദമില്ല. താങ്കൾ ഈ രൂക്ഷമായ ഭാഷയിൽ വെല്ലുവിളിച്ചതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കണം. നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനോട് ഞാൻ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നാളിതുവരെ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് അനിലിനെ കുറിച്ച് മാത്രമല്ല, അനിലിൻ്റെ കൂടെയുള്ള സകല മിഷണറികളെ കുറിച്ചിട്ടുമാണ് നമ്മളത് പറഞ്ഞത്. അവരാരും തന്നെ അതിനോട് പ്രതികരിക്കാൻ വന്നില്ല. ഇത്ര രൂക്ഷമായ ഭാഷയിൽ വെല്ലുവിളിച്ചത് കൊണ്ടാണ് ഞാൻ മറുപടി പറയാൻ വന്നത്, താങ്കളെ നേരിട്ട് സംവാദത്തിന് വിളിച്ചത്. എന്നാൽ താങ്കൾ ഇന്ന് വരെ വന്നിട്ടില്ല. ഇനി വരുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പുമില്ല. ഒരു കാര്യം വ്യക്തമായി എൻ്റെ പ്രിയ സഹോദരനോട് ഞാൻ പറയാം. ഒന്നുകിൽ സംവാദത്തിന് വരിക, ഇല്ലെങ്കിൽ മേലിൽ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുവാൻ താങ്കൾ വന്നു പോകരുത്. ഒരു വീഡിയോയും ചെയ്തു പോകരുത്. കാരണം ഒരു മുറിയിലിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിറക്കാൻ ആർക്കും പറ്റും. പക്ഷേ മുഖാമുഖമായി സംസാരിക്കണമെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വേണം, അതിനുള്ള ധൈര്യം വേണം. ഇല്ലെങ്കിൽ താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സും ചെയ്ത് ഖുറാൻ്റെ നല്ല പ്രഭാഷണങ്ങൾ നടത്തി നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിച്ച് കുടുംബസമേതം സന്തോഷമായി ജീവിക്കുക. ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കാർക്കും സത്യം അറിയണമെന്നില്ല. പിന്നെയോ സത്യത്തെ തമസ്കരിക്കുവാനുള്ള വാദങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മതി. അതിന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുകയാണ്. എന്നാൽ ഫെബ്രുവരി 8-ാം തീയതി വരെ ഞാൻ താങ്കൾക്ക് സമയം തരുന്നു. മനസ്സുണ്ടെങ്കിൽ വന്നാട്ടെ. താങ്ക് യു. God bless you all.